നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രമാദമായ ഷാരൂൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിനെതിരെ മുൻ DGP R ശ്രീലേഖ ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിന് പിന്നാലെ തന്നെ ഇരു അഭിപ്രായങ്ങളാണ് സമൂഹത്തിൽ നിന്ന് ഉയർന്നത്. ചിലർ അർഹിച്ച ശിക്ഷ തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് ലഭിച്ചതെന്ന് പറയുമ്പോഴും മറ്റു ചിലർ ഗ്രീഷ്മയുടെ പ്രായമടക്കം കണക്കിലെടുക്കണം, ശിക്ഷ കൂടിപ്പോയി എന്നും പറയുന്നതുണ്ട്. ഗ്രീഷ്മ ചെയ്തത് ക്രൂരമായ കുറ്റകൃത്യമാണെങ്കിലും വധശിക്ഷ അംഗീകരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ശ്രീലേഖ പറഞ്ഞു വെക്കുന്നത്. സ്നേഹം ശ്രീലേഖ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അവരുടെ പ്രതികരണം. ശ്രീലേഖയുടെ പ്രതികരണം ഇങ്ങനെയാണ്: ഷാരോൺ വധക്കേസിലെ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് ലഭിച്ച വധശിക്ഷ അംഗീകരിക്കുന്നില്ല. ഇതിനേക്കാളും ആർജിക്കാർ ആശുപത്രിയിൽ നടന്ന ക്രൂരമായ കൊലപാതകവും ബലാത്സംഗവും നടത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ മാത്രമേ കൊടുത്തുള്ളൂ. അപൂർവങ്ങളിൽ അപൂർവമായ കേസൊന്നുമല്ല എന്ന് പറഞ്ഞ് ആ ക്രൂരമായ സംഭവത്തിൽ ജീവപര്യന്തം തടവ് മാത്രം വിധിച്ചു. എന്നാൽ അതേ ദിവസം ഇറങ്ങിയ മറ്റൊരു വിധി പ്രസ്താവത്തിൽ കേരളത്തിലുള്ള കോടതി കാമുകരെ വിഷം കൊടുത്തു കൊന്നു എന്ന കാരണത്താൽ 23 വയസ്സുള്ള പെൺകുട്ടിക്ക് തൂക്കുകയർ വിധിച്ചത് ഒട്ടും ന്യായീകരിക്കാനാകില്ല. കൂടാതെ ഞാൻ മലയാളികളുടെ ചില ഇരട്ടത്താപ്പ് നയത്തെക്കുറിച്ചും സംസാരിച്ചു. കേരളത്തിൽ ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടക്കുമ്പോൾ എല്ലാ മാധ്യമ പ്രവർത്തകരും കൂടി വലിയ സംഭവമാണ്. ആ പെണ്ണിനെ ഒരു കഷായം ഗ്രീഷ്മ എന്നൊക്കെ പേരൊക്കെ ഇട്ടു. ഈ കേസ് എനിക്കറിയില്ല. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ ഞാൻ പഠിച്ചിട്ടില്ല. കോടതി വിധിയെ മാനിക്കുന്നെങ്കിലും ഇത് കുറച്ച് കടുത്തുപോയി എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെയധികം ഇരട്ടത്താപ്പ് കാണിക്കുന്നവരാണ്. യമനിലെ നഴ്സ് നിമിഷപ്രിയ ഒരാളെ ഓവർഡോസ് മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തിയ സംഭവമുണ്ട്. അവിടെ തൂക്കുകയർ വിധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സ്ത്രീയെ ഇറക്കി കൊണ്ടുവരാൻ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെ പരാക്രമം കണ്ട് ഞാൻ അന്താളിച്ചു പോയിട്ടുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ക്രൗഡ് ഫണ്ടിംഗ് നടത്തി കോടിക്കണക്കിന് രൂപ പിരിച്ച ബ്ലഡ് മണി കൊടുത്ത് കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന്റെ ദയയിൽ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കാൻ ശ്രമിക്കുകയാണ്. കൊലപാതകിയായ സ്ത്രീയെ തിരികെ കൊണ്ടുവരാനായി ആക്രാന്തം കാണിച്ചല്ലോ. അതിനു മുൻപ് അബ്ദുൾ റഹ്മാൻ എന്നോ മറ്റോ പേരുള്ള ആളെ, അതായത് റഹീം, സൗദി അറേബ്യയിൽ ശിക്ഷിച്ചിരിക്കുകയാണ്. സുഖമില്ലാത്ത ഒരു കുട്ടിയെ കൊലപ്പെടുത്തി എന്നാണ് ആ കേസ്. ആ ശിക്ഷയിൽ നിന്ന് അയാളെയും ഒഴിവാക്കി തിരിച്ച് നാട്ടിലെത്തിക്കാനായി ബോബി ചെമ്മണ്ണൂർ കൂട്ടയോട്ടം നടത്തി 36 കോടി രൂപയെങ്ങാനും പിരിച്ചു കൊടുത്തു. അതും ഒരു കൊലയാളിയാണ്. ഈ രണ്ട് സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ വിദേശത്ത് വെച്ച് നടന്നതൊന്നും കുഴപ്പമില്ല. ഇവിടെ നടന്നത് കൊലയാളി പെണ്ണാണെങ്കിൽ പോലും അവളെ തൂക്കിലേറ്റണം എന്ന് പറഞ്ഞ് എഡിറ്റോറിയൽ എഴുതാൻ വരെ ഇവിടെ ആളുകൾ ഉണ്ടായി. ആ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് ചേർന്നതാണോ? വധശിക്ഷ വിധിക്കുന്നത് അതീവ ശ്രദ്ധയോടെ വേണമെന്നാണ് നിയമപുസ്തകങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഗ്രീഷ്മ ശിക്ഷ അറിയിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പയ്യനുമായിട്ട് സ്നേഹമായി 21-ാം വയസ്സിലാണ് ഈ കുട്ടി കുറ്റകൃത്യം ചെയ്യുന്നത്. അതിനും 1 വർഷം മുമ്പ് തന്നെ ഈ കുട്ടി പയ്യനുമായി സ്നേഹത്തിലാണ്. കുട്ടി നായർ കുടുംബത്തിലുള്ളതാണ്. പയ്യൻ നാടാർ ക്രിസ്ത്യൻ. അതുകൊണ്ട് തന്നെ ഒരു വലിയ സാമൂഹ്യ തിന്മയാണ്. വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ പ്രണയിക്കുമ്പോൾ കുടുംബക്കാരുടെ എതിർപ്പ് വരുന്നത് വലിയ സാമൂഹ്യ പ്രശ്നമാണ്. ഗ്രീഷ്മയുടെ അച്ഛനമ്മമാർ അത് എതിർത്തിരുന്നില്ലെങ്കിൽ ഈ കുറ്റം നടക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പയ്യൻ ഗ്രീഷ്മയെ വളരെയധികം സ്നേഹിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. വീട്ടുകാർ ആർമി ഓഫീസറുമായി വിവാഹം ഉറപ്പിച്ചപ്പോൾ അവൻ അത് വിസമ്മതിക്കുകയും രഹസ്യമായിട്ട് കല്യാണം കഴിക്കാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഷാരോണിന്റെ വീട്ടിൽ വെച്ച് താലി കെട്ടിയെന്നോ അതിനുശേഷം വെട്ടുകാട് പള്ളിയിൽ പോയി കല്യാണം നടത്തി. അതിനുശേഷം ആർമിക്കാരനുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായം കൊടുക്കുന്നത്. കഷായം ചാലഞ്ച് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്, അല്ലാതെ എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടൊന്നുമല്ല. ഗ്രീഷ്മ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ക്രൂരമാണ് എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിനുള്ള ശിക്ഷ തൂക്കുകയറാണോ? കാരണം പല പുരുഷന്മാരും പബ്ലിക്കായിട്ട് തുരുതുര കത്തിയെടുത്ത് കുത്തിയിട്ടും വാളെടുത്ത് വെട്ടിയിട്ടും എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്? 2 പയ്യന്മാരെ പബ്ലിക്കായിട്ട് വളഞ്ഞിട്ട് കുറെ പേർ വെട്ടിക്കൊന്നല്ലോ. പെരിയ ഇരട്ടക്കൊലക്കേസ്, അതിനകത്ത് ജീവപര്യന്ത ശിക്ഷയല്ലേ വിധിച്ചുള്ളൂ. അതിലൊന്നും പ്രതികൾക്ക് വധശിക്ഷ കൊടുത്തിട്ടില്ല. അതൊക്കെ സാധാരണമാവുകയും കാമുകന് കാമുകി വിഷം കൊടുത്ത് കൊലപ്പെടുത്തുന്നത് അസാധാരണങ്ങളിൽ അസാധാരണമാകുന്നത് എങ്ങനെയാണെന്നാണ് ആർ ശ്രീലേഖ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ചോദിച്ചിരിക്കുന്നത്.